വേടൻ എന്ന പേര് കേട്ടാൽ കൂട്ടിയിടിക്കുന്ന മുട്ടുകൾ. വേടൻ എന്ന പേര് കേൾക്കുമ്പോൾ പേടിയാ ആർക്കാ? RSSകാർക്ക്. ഇപ്പൊ അതാണ് ചർച്ചാ വിഷയം. ബാക്കിയെല്ലാം കഴിഞ്ഞു. ഇപ്പൊ കേരളത്തിലെ RSSകാർക്ക് ഇതാ ചർച്ചാ വിഷയം. ഇതിപ്പോ ആ മുമ്പെടുത്ത മന്ത്രിയിലെ ഒരു മക്കുണൻ അതിൽ പറഞ്ഞിരിക്കുകയാണ്, കേസരി വാരികയുടെ പത്രാധിപര് NR മധു. അയാൾ പറഞ്ഞിരിക്കുകയാണ് വേടൻ ഒരു കള്ള മുസ്ലിമാണെന്ന്, അയാളൊരു ജിഹാദിയാണെന്ന്. എന്നിട്ട് അയാൾ ആരോടാണ് പറയുന്നത് അറിയോ? ഹിന്ദുക്കളോട്. ഇയാളല്ലേ ഹിന്ദുവിനെ ഉപദേശിക്കാനും നേർവഴി കാണിക്കാനും ഇയാളെ ഇവിടുന്ന് മഹാവിഷ്ണു അയച്ചിരിക്കുകയല്ലേ. ഹിന്ദുക്കൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അയാളുടെ പാട്ട് കേൾക്കരുത്, അയാളുടെ ഡാൻസ് കാണരുത്. വേടനായി കൂടി ഇത്രയ്ക്കേ ഉള്ളൂ. അയാൾ പറയണ കാര്യങ്ങൾ തന്നെ ഇവർക്ക് പേടിയാ. പക്ഷെ ഒരു കാര്യം ഒരു മനസ്സിലാക്കിക്കോ, ഇന്ന് വേടൻ ഒറ്റയ്ക്ക്, വേടൻ ഒരാൾ, നാളെ 1000 വേടന്മാർ വരും കേട്ടാ. നമ്മുടെ കേട്ടിട്ടൊരു കാവ്യമുണ്ടല്ലോ, കേരളം എന്ന പേര് കേട്ടാൽ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ നോക്കി. അതിന് വേറൊരു പാഠാന്തരം വന്നിരിക്കുകയാണ്. വേടൻ എന്ന പേര് കേട്ടാൽ കൂട്ടിയിടിക്കുന്ന മുട്ടുകൾ. ആരെന്നറിയോ? സംഘികളുടെ. ഹിന്ദുവിനെ വീണ് കിടക്കുകയാണല്ലോ, അതിനെ പിടിച്ചുണർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദുവിനെ ഉണർത്താൻ അങ്ങനെ ഉണരുന്നില്ല. ഹിന്ദുവിലെ ആണുങ്ങളൊക്കെ ഉണ്ടോ, അത് ഉണർന്നിട്ട് തന്നെയാണ് ഇരിപ്പ്. നിങ്ങൾ കുറേ എണ്ണത്തിൻ്റെയാണ് വീണ് കിടക്കണത്. അത് ഉണരില്ല. അതിനുണർത്താൻ വിചാരിച്ചിട്ട് കാര്യമില്ല. അതിന് നമ്മൾ ബുൾഡോസറിൻ്റെ ജാക്കി വെച്ചാലും അത് കയറില്ല. ഷണ്ടന്മാർ. അപ്പം അതിൽ പറഞ്ഞിരിക്കുകയാണ്, ഈ വേടൻ എന്ന് പറഞ്ഞ ആകെ മൊത്തം ടോട്ടലായിട്ട് 55 കിലോ ഉള്ളൂ. ഇത്ര ഉള്ളവനാകെ കൂടി. എനിക്ക് തോന്നുന്നത് എൻ്റെ ഈ കയ്യിൻ്റെ വണ്ണ ആ പാവത്തിനേ ഉള്ളൂ. അവന് 10 പാട്ട് പാടുന്നുണ്ട്. ഇനി ആ പാട്ടോ ഹരി മുരളി, ആ പാട്ടൊന്നും അവൻ പാടുന്നത്. അവൻ ആ സമയത്ത് സ്റ്റേജിൽ അവന് തോന്നിയ കുറേ കാര്യങ്ങൾ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ചില വെടിയുണ്ടകളുണ്ട് കേട്ടോ. അതവൻ്റെ തലയിലേക്ക് ദൈവം വീഴ്ത്തിയതാ. കാരണം ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അതൊക്കെയാണല്ലോ. ഏതായാലും അവനിവിടുത്തെ അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തെ ഉണർത്തുന്നുണ്ട്. അടിച്ചമർത്തപ്പെട്ട വിഭാഗമായിട്ട് കണ്ട് അവരെ അവഹേളിക്കരുത്. അവരും ഈ ലോകത്തിലുള്ളവരാണ്, അവരും മനുഷ്യന്മാരാണ്. എന്നെപ്പോലെ തന്നെയാണ് അവരും. അവരെ പോലെ തന്നെ ഞാനും ആയിട്ടുള്ളൂ. അവരും അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുമായിട്ട് അമ്മയുടെ യോനിയിൽ കൂടെ പുറത്തേക്ക് വന്നതാണ്, ആസനത്തിൽ കൂടെയല്ല. നീയും അതുപോലെ തന്നെ, ഞാനും അതുപോലെ തന്നെയാണ്. പിന്നെ അവൻ കറുത്ത നിറം. ശ്രീകൃഷ്ണൻ എന്തായിരുന്നു നിറം? ശ്രീരാമൻ എന്തായിരുന്നു നിറം? ശിവന്റെ നിറം എന്താണ്? വിഷ്ണുവിൻ്റെ നിറം എന്താണ്? ഈ പറയുന്ന ഈ വാരികയുടെ പത്രാധിപര് അങ്ങനെയാണെങ്കിൽ കുമ്മനരാശാനെ കാണുന്ന സമയത്ത് അകറ്റി നിർത്തുമല്ലോ. ആയതുകൊണ്ട് തന്നെ ഇവർ നിറത്തിൻ്റെ പേരിലും മണത്തിൻ്റെ പേരിലും ഗുണത്തിൻ്റെ പേരിലും ആളുകളെ മാറ്റി നിർത്തുന്ന പ്രക്രിയ അത് ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്, സംഘികളുടെ. അതുകൊണ്ടാണ് ഇവരുടെ നേരെയാവാത്തത്. ഇപ്പൊ പറഞ്ഞിരിക്കുകയാണ് വേടൻ എന്ന പേര് തന്നെ വ്യാജമാണെന്ന്. കേസരി എന്നുള്ള പേര് സിംഹമാണ്. പത്രം എങ്ങനെയാ സിംഹമാകുക? അപ്പം അത് വ്യാജമല്ലേ? പത്രത്തിന് എന്താ പേരിടണ്ടേ? പത്രം, RSSന്റെ പത്രം, അങ്ങനെയല്ലേ പേരിടാൻ പാടുള്ളൂ. എങ്ങനെ കേസരി എന്ന പേര് വന്നേ? കേസരി പറഞ്ഞ സിംഹമല്ലേടോ? സിംഹത്തിനല്ലേ കേസരി എന്ന് വിളിക്കേണ്ടത്? പത്രത്തെ എങ്ങനെയാ കേസരി എന്ന് വിളിക്കുക? അപ്പം അത് വ്യാജമല്ലേ? ഈ മധു എന്ന പേര് സംസ്കൃതത്തിൽ തപ്പി അറിയാൻ പറ്റും. അത് സ്ത്രീലിംഗമല്ല, പുല്ലിംഗമല്ല, പിന്നെയോ നപുംസകലിംഗ. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, താൻ പുരുഷനും സ്ത്രീയല്ല,
താൻ നപുംസകമാണോ? മധു എന്ന് പറഞ്ഞാൽ നപുംസക ലിംഗാണത്. കല്ല് എന്ന് പറയണ പോലെ, മരം എന്ന് പറയണ പോലെ, ഇടിവെട്ടെന്ന് പറയണ പോലെ. സംസ്കൃതം തപ്പി നോക്ക്. അപ്പം ഇതൊക്കെ പേര് എന്ന് പറഞ്ഞാൽ ഒരു പേര്, പേരിനൊരു പേര്. അവൻ വേടെന്ന് പേരിട്ടു. ഇനി അവന് കാട്ടുകുരങ്ങെന്ന് പേരിട്ടല്ല, അവൻ്റെ പ്രോഗ്രാം കാണാൻ ആൾക്കാർ വരും. പാലക്കാട് കണ്ടില്ലേ, അട്ടിയാണ് അവിടെ. എന്താ കേരളീയർ മുഴുവൻ ബോധമില്ലാത്തവരാണോ? അവിടെ പോയിട്ടുള്ള ആർസുകാരൊന്നും ഇല്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഞാൻ കണ്ടു കൈമ കെട്ടിയിട്ട് അവിടെ ഇടി കൂടി നടക്കുന്നത്, അടിയും കെട്ടി പോകുന്നത്. നിങ്ങളുടെ ഈ സംഘപരിവാർ നമസ്തേ ഇതിൻ്റെ പുറയിൽ കൂടാൻ ആൾക്കാരില്ലടോ. ഈ വള്ളി ട്രൗസറിൻ്റെ നിന്ന് പുറയിൽ ഓടാൻ കുറുവടിയും കയ്യിൽ പിടിച്ച് അതിനൊന്നും ആൾക്കാരില്ല. ഇനിയൊരു കാര്യം ചെയ്യ്, നിങ്ങൾ നല്ല 3 പീസൊക്കെ ഉണ്ടാക്കി ഇന്ത്യൻ മിലിറ്ററി കണ്ടില്ലേ അതുപോലെ, എന്നിട്ട് കയ്യിൽ മറ്റേ സാധനം കൊടുക്ക്, AK-47 അதைയും കൊടുക്കും. എന്നാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ആളെ കിട്ടും. ഇത് കുറുവടിയും പിടിച്ച് സംഘദക്ഷ സംഘ ആരുമോ ആര് വരാനാ അതൊക്കെ? കബഡി അവൻ ശ്വാസം വിട്ടു. അവരുടെ ഏറ്റവും വലിയ കളിയാണ് ഈ പറയുന്നത്. അപ്പോൾ ഇവനവിടെ പോയിട്ട് പറയും കബഡി 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 കബഡി. പിന്നെ നാവോണ്ട അവൻ ശ്വാസം വിട്ടു. അവരുടെ ഏറ്റവും വലിയ കളിയത് കബഡി. ക്രിക്കറ്റ് ഒന്നും പറ്റി അവർക്ക് അറിയില്ല. ഇങ്ങനെയുള്ള മക്കുണൻ പരിപാടിക്കൊന്നും ആളെ കിട്ടില്ലടോ. പിള്ളേർ കിടന്ന് തെറിക്കുകയാണ് കിടന്നിട്ട്. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ വേടനെ പോലെ ഞാൻ സ്റ്റേജ് കുറേ കയറിയിട്ടുണ്ട്, നാടക നടനായിട്ട് കയറിയിട്ടുണ്ട്, ഗീത പറയാൻ കയറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം ആരൊരാളിൻ്റെ കൂടുതൽ പറയാണ് സ്വാമി ഗീത ഇങ്ങനെ പറഞ്ഞാൽ പോരാ, ഗീത റാപ്പർ സ്റ്റൈൽ മറ്റേ. അത് ശരിയാണത്. അവിടെ ഒരു സ്ഥലത്ത് മറ്റേ ചടഞ്ഞു കൂടിയിരുന്ന് സദാ ശിവജാരംഭം ആൾക്കാരുണ്ടാവില്ല. അതേസമയത്ത് ശ്രീകൃഷ്ണൻ എന്താ പറഞ്ഞത്? കർണൻ വീട് കിടക്കുന്ന സമയത്ത് അർജുനോട് പറഞ്ഞു ഇപ്പോഴാ വെക്കടാ വെടിയെന്ന്. ഇറ്റ്സ് എ ടൈം ടു ഷൂട്ട് ഹിം. അർജുനൻ പോലും പറഞ്ഞു അല്ല അയാള് ആയുധം കയ്യിലില്ലാത്തവനല്ലേ. നോ 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 ഹീസ് അൺആംഡ്, ഹീസ് ഡിസാംഡ്. അത് അവൻ്റെ കഴിവുറവാ. ഇറ്റ് ഈസ് എ ടൈം ടു ഷൂട്ട് ഹിം. അവിടെ വെച്ച് കൊന്നു, അമ്പെയ്ത് കൊന്നു. അതാണ് കൃഷ്ണൻ. പക്ഷെ നമ്മളീ കൃഷ്ണൻ്റെ കഥ പറയാതിരിക്കുമ്പോൾ ഇങ്ങനെ ചമ്മറം പടിഞ്ഞ് കൃഷ്ണൻ പോലും ശപിച്ചിട്ടുണ്ട് ഇവിടെ സന്യാസിമാർ. അതുകൊണ്ടാണ് ഗീതയില്ലപ്പോൾ ഭാഗവതവും ഇല്ല, ഒരു കോപ്പുമില്ലാണ്ടായി. കൃഷ്ണൻ്റെ ആണത്വം പോലില്ലാത്ത ആളുകളാണ് ഈ സന്യാസി വർഗങ്ങൾ. വേണ്ടിയതിനായിട്ട് തെറി പറയാൻ കഴിവുള്ളവനായിരുന്നു ശ്രീകൃഷ്ണൻ. ആണ് പറയുന്നത് സപ്പോസ് സംബഡി ഈസ് റിഡിക്കുലസ്, മറ്റുള്ള ആരും ക്രൂക്കഡായി കഴിഞ്ഞാൽ നീ ആരാവണം, നീ ആരും അപ്പുറമുള്ള ക്രൂക്കഡ്നെസ് നീ കാണിക്കണം. ദ്യൂതം ചലയതാമസ്മി. കപടവിദ്യയിൽ നമ്പർ 1 ഞാനാടാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ്യൂതം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ചൂതുകളി. ചെസ്സല്ല, ചൂതുകളി. മനുഷ്യനെ കൊല്ലുന്ന പരിപാടി. ച്യൂതം ചലയതാമസ്മി. അതിൽ നമ്പർ 1 ഞാനാ, ശകുനിയല്ല. അതാണ് കൃഷ്ണൻ പറഞ്ഞത്. പക്ഷേ ഇവന്മാർ ഈ കൃഷ്ണൻ്റെ പേരും പറഞ്ഞ് രാമൻ്റെ പേരും പറഞ്ഞ് രാമൻ കടലിനെ നോക്കി പറഞ്ഞു വഴിമാറുക കടലെ, വരുണനോട് വഴി മാറില്ല, ചുട്ടരിക്കുന്നതാണ് പറഞ്ഞത്. അന്നാണ് അദ്ദേഹം ആയുധമെടുത്ത് നിൽക്കുന്ന ആ ഒരു രംഗമുണ്ട്. അതാണ് ഈ ആർസാർ കാണിക്കുന്നത്. ആയുധമെടുത്ത് നിൽക്കുകയാണ് വരുണനോട്, നിനക്ക് ജീവൻ വേണോ, വേണമെങ്കിൽ കടൽ വഴിമാറാൻ പറഞ്ഞു. അങ്ങനെ വഴിമാറിയത്. നോക്കൂ, ഇതിൽ കഥകളോ അന്ധവിശ്വാസമല്ല, അതിന് ഒടുങ്ങിയിരിക്കുന്ന പൗരുഷം. അതാണ് ഗീതയിൽ കൃഷ്ണൻ പറയുന്നത്, ഇതാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. എവിടേക്കാണോ ധർമ്മത്തിന് വീഴ്ച സംഭവിക്കുന്നത് അവിടേക്ക് ഞാനുണ്ടാകും എന്ന് പറയുന്നത്. ഇവനൊക്കെ എന്താ ചെയ്യുന്നത്? മനുഷ്യന്മാരെങ്ങനെ പുറകോട്ട് ആലാസുകാരിട്ട് വലിച്ച് പുറകോട്ടിറക്കിയിട്ടല്ലേ ചെയ്യുന്ന ഹിന്ദുക്കളെ. അപ്പം അതിൻ്റെ ഇടയിൽ വേടൻ വന്ന് അവൻ്റെ ആ ഒരു ഇത്രയേ ഉള്ളൂ എന്നാലും അവനോട് കൈവിടരുത് സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് അവനൊരു 25 അടി ഉയരവും ഒരു 140 കിലോ തൂക്കമുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. അവൻ്റെ ചില ചോദ്യങ്ങൾ. എൻ്റെ കയ്യിലൊരു ഒലിവ് ഇലയുണ്ട്, മറ്റേ കയ്യിൽ AK-47 ഉണ്ട്. ഏതാണ് ഞാൻ കളയേണ്ടത്, ഏതാണ് ഞാൻ സ്വീകരിക്കേണ്ടത്? അത്തരം ചോദ്യങ്ങൾക്ക് മുമ്പിൽ ചൂളുകയാണ് ഇവിടുത്തെ RSSകാർ. അവർക്ക് കഴിയാത്ത കാര്യം. ശാഖ എന്ന് പറഞ്ഞു വന്നു. ഇപ്പം എവിടെ ചായ, എവിടെ ചായ, എവിടെ ചായ,
എവിടെ ചാക? ആര് ചാകാൻ വേണ്ടിയിട്ട് അവിടേക്ക് ചാകയ്ക്ക് പോവില്ല. അത്യാവശ്യം ലിംഗബലമുള്ള ആളുകളെ അത് തട്ടി തട്ടി താഴോട്ടാക്കുന്ന വർഗ്ഗമാണ് ഇവന്മാർ. വേടൻ എന്ന പേര് വ്യാജമാണ്, അവൻ്റെ പിന്നിൽ ജിഹാദികളാണ്. ആദ്യം താനൊരു കാര്യം മനസ്സിലാക്കുക. എടോ എന്നാലും മധു, ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക. ജിഹാദ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ജിഹാദിയാണ്. എൻ്റെ പഠന സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ അത് പഠിക്കാൻ തുടങ്ങിയത് 10-30 വർഷങ്ങൾക്ക് മുമ്പാണ്. ആദ്യം എന്നെ പഠിപ്പിച്ച് ഗംഭീരാനന്ദ സ്വാമിയും ആത്മാജിയുമാണ് എന്നെ പഠിപ്പിച്ചത്, ആത്മചൈതന്യ. അന്ന് മുതലേ ഉൾക്കൊണ്ടു, ഇഷ്ടപ്പെട്ടു. ഇന്നും ഞാനത് കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു അധ്യായം ഞാൻ ഗീത വായിക്കുന്നുണ്ട്, അതിന് അനുബന്ധമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ ഞാനിപ്പോഴും ചെയ്യുന്നുണ്ട്. ഞാനും ജിഹാദിയാണോ? ഒരു ഹിന്ദു എന്നുള്ള നിലയ്ക്ക് ഗീത വായിക്കൽ മാത്രമല്ല ധർമ്മം. ധർമ്മികളെ എവിടെയാണ് ധർമ്മമുള്ളത് ആ ധർമ്മത്തിനെ പിന്തുടരലാണ് ധർമ്മി. അവനാണ് ധർമ്മി. ആരാണ് ധർമ്മത്തെ മേൽക്കയറ്റുന്നത്? അവനെ ധർമ്മം മേൽക്കയറ്റുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അണ്ട് ഹിന്ദു മതത്തെ മേൽക്കയറ്റുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഏതായാലും ആ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഞാനൊരു ധർമ്മിയാണ്. അത് തന്നെയാണ് ജിഹാദി എന്ന് പറഞ്ഞാൽ. ജിഹാദി എന്ന് പറഞ്ഞാൽ ധർമ്മി എന്ന അർത്ഥം. ഉറച്ചു നിൽക്കുന്നവൻ, കാഫറല്ല. കാര്യം അറിയുന്നെങ്കിൽ പോലും അതിലേക്ക് മുഖം തിരിക്കാത്തവനാ കാഫർ. കുഫർ എന്നുള്ളത് അന്നുണ്ടായ മൂടി വയ്ക്കുന്നവൻ. ജിഹാദി എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കുന്നവൻ. പക്ഷെ ഇവരെ അർത്ഥം മാറ്റാൻ നോക്കുകയാണ്. ജിഹാദി പറഞ്ഞാൽ കള്ളനാണ്, വിട്ടുന്നവനാണ്, കൊല്ലുന്നവനാണ്. അതല്ലടോ, ആദ്യം അത് മനസ്സിലാക്കുക. ഏതായാലും RSS മുഖമാസികയായിട്ടുള്ള കേസരിയുടെ മുഖ്യപത്രാധിപർ NR മധു. വേറെ ഒന്നുമില്ലാത്തപ്പോൾ പറയാൻ. ആലോചിച്ച് നോക്കണം. നാളെ നമ്മുടെ ഇങ്ങേരില്ലേ ട്രംപ്, എന്തായാലും പറയുക, ഡൊണാൾഡ് ട്രംപ് പറയാണ്, ആ കേരളത്തിലുള്ള ഒരു സന്യാസി ഇല്ലേ, എന്താ പേര്, ബ്രഹ്മാനന്ദ തീർത്ഥ, അയാളിപ്പോൾ തമിഴ്നാട്ടിലാണ്, അവൻ കള്ളനാണ് എന്ന് അയാൾ പറഞ്ഞാൽ ആരാണ് നാണം കെടുക? ഇപ്പോൾ RSSന്റെ മുഖപത്രം കേസരിക്ക് ഒറ്റ ചിന്തയുള്ളൂ, വേടനെ എങ്ങനെ അവഹേളിക്കണം. എന്നിട്ട് പറ്റുന്നുണ്ടോ? പാലക്കാട് കണ്ടില്ലേ? പാലക്കാട് ഇവരുടെ സർസംഘചാലകം ഒന്ന് എത്ര ആളുണ്ടാവും അവിടെ? ഒന്ന് കാണാനാണ് അവിടെ. പാട്ട് കേൾക്കാനാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ യൂട്യൂബ് തുറന്നാൽ പോലെ കാണാനാണ്. ആ കണ്ടിട്ട് അസൂയയാണ് എല്ലാ പ്രശ്നത്തിൻ്റെയും അടിസ്ഥാനം. അതന്നെ ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അവൻ്റെ പാട്ടുകൾ, വേടൻ്റെ പാട്ടുകൾ, അവൻ ജിഹാദിയാണെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ്. വേടൻ്റെ പാട്ടുകൾ പരിശോധിച്ചാൽ അറിയാൻ പറ്റുന്നു. അയാളിവിടുത്തെ ദളിത് പിന്നോക്കക്കാരൻ്റെ വക്താവല്ല, അയാൾ ജിഹാദിയാണ്. ഇപ്പം ഇവരുടെ പ്രധാന പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇവരേത് രീതിയിൽ ശ്രമിച്ചാലും, നമ്മൾ പറയാറുണ്ട് ഇൻഡു മാർക്ക് ഉണ്ടല്ലോ, ഇൻഡു മാർക്ക് എന്താണ്? ഇങ്ങനെയാണ് ഇൻഡു മാർക്ക് എന്ന് പറഞ്ഞാൽ കാണിക്കേണ്ട ആവശ്യമില്ല, എങ്കിലും ഞാൻ കാണിക്കുകയാണ് നിങ്ങൾക്ക്. കയ്യുമ്മേ വേറെ മാർഗമില്ല. ഇൻഡു മാർക്ക് പ്ലസ് അല്ല കേട്ടോ, ഹിന്ദു. ഇത് നിങ്ങൾക്ക് കൈയെടുക്കാതെ, വരയുടെ മേലെ വരയ്ക്കാതെ ഇൻഡു എഴുതാൻ പറ്റില്ല. ഇതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഹിന്ദുവിൻ്റെ സ്ഥിതിയും. ഹിന്ദുവിൻ്റെ അതുപോലെ തന്നെയാണ് ഹിന്ദുവിൻ്റെ സ്ഥിതിയും. എങ്ങനെ തിരിഞ്ഞു വന്നാലും അവസാനം ദളിത്. ഇവിടുത്തെ അടിസ്ഥാന വർഗങ്ങൾ ഞാൻ പറയുന്നതല്ല കേട്ടോ, പണ്ട് ആൾക്കാർ പറഞ്ഞതാണ്. ആ ഒരു കറ മാച്ചു കളയാൻ നിങ്ങൾക്ക് പറ്റില്ല. ഇവിടെ നമ്പൂതിരി മുതൽ നായാടി വരെ എന്നും പറഞ്ഞിട്ട് നമ്മളുടെ SNDPയുടെ ചെയർമാൻ വെള്ളാപ്പള്ളി നടേശൻ ഒരു പരിപാടി അദ്ദേഹത്തിന് നേതൃത്വത്തിൽ കൊണ്ടുവന്നു. എന്തുണ്ടായി? ഒരു യാത്രയിൽ അവസാനിച്ചു. പ്രസവിച്ച ഉടനെ തന്നെ ചത്തുപോയ കുട്ടി പിള്ളയായിട്ട് മാറിയില്ലേ? നടക്കില്ലടോ. നിങ്ങൾ ദളിതന്മാരുടെ അടുത്ത് പോയിട്ട് ഇടയ്ക്ക് ചായം പൂശി ഉണ്ടോന്നൊരു കാര്യമില്ല. നിങ്ങളുടെ മനസ്സിൽ ദളിതില്ല. നിങ്ങളുടെ മനസ്സിൽ ഇന്നും പുലയനാണ്, പറയനാണ്, വേട്ടുവനാണ്. നിങ്ങൾക്ക് വേണ്ടത് ആരെയാണ്? എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് വേണ്ടത് ആരെയാണെന്ന്. ഇപ്പോൾ ഏഴവനെ വരെ ആകാമെന്നായിട്ടുണ്ട്. കാരണം എന്താ? അവരുടെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്, ശക്തിയുണ്ട്. അപ്പം എല്ലാവർക്കും അറിയാം ഇവരുടെ പ്രധാന പ്രശ്നം ദളിത് ലോകം അവർ പണ്ട് അനുഭവിച്ച സങ്കടങ്ങൾ ഇന്ന് അവരുടെ മനസ്സിലേക്ക് കയറി വരരുത്.
ഒരു കാലഘട്ടത്തിൽ അച്ചിപ്പുടവ മുട്ടിന് താഴെ എടുക്കാൻ പാടില്ല, തുട കാണിച്ചിട്ട് വേണം നടക്കാൻ, മുല കാണിച്ചിട്ട് വേണം നടക്കാൻ, ബ്രേസീർ ഇടാൻ പാടില്ല, അട്ടിയാണ് അട്ടി. മുലക്കരം ചുമത്തിയിരുന്ന നാടാണിത്, വഴി നടക്കാൻ അനുവാദമില്ലാത്ത നാടാണിത്, ദൃഷ്ടിയിൽ പോലും കണ്ടുകൂടാത്ത ആളുകൾ. ഇതെന്താ സംഭവിച്ചത്? 1500 വർഷങ്ങൾക്ക് മുമ്പ് ആണോ? ദേ ഇന്നലെ വരെ, എൻ്റെ ചെറുപ്പത്തിൽ വരെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ ജീവിച്ചിരുന്ന ഇത് അയ്യന്തോള് എന്നൊരു സ്ഥലത്ത്, അവിടെ കാർത്തികേയ അമ്പലത്തിൻ്റെ ഇന്ന് ആ വഴിയില്ല കേട്ടോ, അതിൻ്റെ പുറത്തുള്ള ജനങ്ങൾക്ക് പോകാനുള്ള വഴിയുടെ അപ്പുറത്തും ചെറിയൊരു വഴിയുണ്ടായിരുന്നു. ഇന്ന് ആ വഴി മൂടിപ്പോയി. പഴയ ആൾക്കാർക്ക് അറിയാം, ആ വഴിയിൽ നിന്ന് വിട്ടുകൊണ്ട് കടക്കാൻ പാടില്ലായിരുന്നു പുലയന്മാരും പറയന്മാരും. ആ സങ്കടങ്ങൾ തങ്ങളുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന കുട്ടികൾ, ചെറുപ്പക്കാർ, അവരുടെ അച്ഛൻ്റെ അച്ഛൻ, അമ്മയുടെ അമ്മയ്ക്ക് അനുഭവിച്ച സങ്കടങ്ങൾ വീണ്ടും അവരുടെ മനസ്സിലേക്ക് കയറി വരരുത്. ഒരർത്ഥത്തിൽ ഇന്നും അവർ ആ സങ്കടങ്ങൾ അനുഭവിക്കുകയാണ്. അപ്പം അത് വേടൻ്റെ പ്രഖ്യാപനങ്ങളിലൂടെ, വേടൻ്റെ സംഗീതാത്മകമായിട്ടും അല്ലെങ്കിൽ വേടൻ്റെ സംഗീത പ്രകടനങ്ങളിലൂടെ ഈ സാധനം കയറി വരുന്നുണ്ട്. അതാണ് ഇവർക്ക് ചൊറി, അതാണ് ഇവർക്ക് കടി, അതാണ് സംഭവം. കേരളത്തിൽ ഹിന്ദുവായിട്ട് ജീവിക്കുന്നത് വളരെ അപകടകരമാണ്. ഹിന്ദുവായിട്ട് ജീവിക്കുന്നത് വളരെ അപകടവുമില്ല. ഞാൻ ഹിന്ദുവാണ്, പക്ഷേ ഞാൻ കേരളത്തിൽ ജീവിക്കുന്നില്ല. കാരണം അവിടെ ഹിന്ദുവായിട്ട് ജീവിക്കുന്ന, യഥാർത്ഥ ഹിന്ദുവായിട്ട് ജീവിക്കുന്ന അപകടമാണ്. കാരണം ഇവിടുത്തെ ഹിന്ദുത്വവാദികളാണോ? ഹിന്ദുക്കളല്ല, നിങ്ങളാണ് അതിന് കാരണം. കുറുവടികളാണ് അതിന് കാരണം. നിങ്ങൾ കാരണം കൊണ്ട് ആൾക്കാർ ഇവിടുന്ന് ഓടിപ്പോകുന്നത്. നല്ലൊരു ഹിന്ദുവായിട്ട് അവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അമ്പലത്തിനകത്താണെങ്കിലും നിങ്ങൾ ഒന്ന് കുത്തിക്കയറില്ല അവിടെ ചെയ്യുന്നത്. ഒരു നല്ല സന്യാസിക്ക് പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് ഗീത പറയാൻ പറ്റുമോ? ഒരു നല്ലൊരാൾ കാവ്യവസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നുണ്ടാകുന്ന എനിക്ക് കാവ്യ കിട്ടിയതെന്ന് ചോദിക്കുന്നവരല്ലേടോ നിങ്ങളൊക്കെ? ഹിന്ദുവായിട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങളാണ് ഹിന്ദുത്വവാദികളാണ് ഇവിടുത്തെ പ്രശ്നം. ഹിന്ദുത്വവാദികളാണ് പ്രശ്നം. നീ ഹിന്ദുത്വവാദിയാണ്. ഇതുവരെ ഹിന്ദുത്വവാദികൾ അവിടെ വന്ന് ഹിന്ദുക്കളെ ദ്രോഹിച്ചിരുന്നിരുന്നു. ഇപ്പം തിരിച്ച് ഹിന്ദുക്കളും അത്യാവശ്യം അവരുടെ കയ്യിലുണ്ട്, ഒരു വെടിക്കുള്ള ഹിന്ദുത്വവാദികൾക്കും കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. വേടനെതിരെ സംസാരിച്ചു. ആരാണ്ടാ നീ വേടനെതിരെ സംസാരിക്കാൻ? ഇവിടെ എല്ലാവർക്കും അവകാശമില്ല. വേടനെതിരെ നിന്റെ വീട്ടിൽ വന്ന് നിന്റെ പെണ്ണിനെ ആരെങ്കിലും കയറ്റിയ പണിതുവോ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട്? അവൻ്റെ പാട്ട് പാടി, കടലമ്മ പെറ്റത് പഠിക്കണമെന്നുണ്ട് ആ പാട്ട്. പക്ഷെ അവൻ പാടുന്ന പോലെ പാടാൻ നമുക്ക് പറ്റില്ലല്ലോ. അവൻ അങ്ങനെ പാടുന്ന ഒരു ചെറുപ്പക്കാരൻ കുറേ ലൈറ്റും ബ്ലിങ് ഇതൊക്കെ ഇട്ട് പാടുന്നു, ആൾക്കാർ രസിക്കുന്നു. അതിന് തനിക്കെന്താണോ? താൻ അയാളെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു, അതിൻ്റെ പേരിലാണ് കേസ്. ആ കേസ് ആരും കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്കൊരു സാഷ്ടാംഗ പ്രണാമം ആദ്യം കൊടുക്കുകയാണ്. വേടൻ സമുദായം മഹത്തായ പാരമ്പര്യമുള്ളവരാണ്. ആയിക്കോട്ടെ, അല്ലല്ലെന്ന് പറഞ്ഞു. വേട സമുദായക്കാർ, ഈ വേടൻ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ IAS വരെയുണ്ട്. പണ്ട് കാണിക്കാരുണ്ടായിരുന്നു. 1901 എത്ര വർഷമായി എന്ന് ആലോചിച്ച് നോക്കണം. 125 വർഷമായി. അന്ന് എഡ്ഗാർ തേഴ്സ്റ്റൺ എന്ന് പറഞ്ഞ ആള്, അങ്ങനെയാണ് ഇവിടുത്തെ ഇതൊക്കെയും അളന്ന് നോക്കാനും ജന പോപ്പുലേഷനൊക്കെ അളന്നിരുന്നത്. എഡ്ഗാർ തേഴ്സ്റ്റൺ EDGAR തേഴ്സ്റ്റൺ THURSTON തേഴ്സ്റ്റൺ നോക്കിയാൽ കാണാൻ പറ്റും. അന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരൊക്കെ എത്രയോ പുരോഗമിച്ചിരിക്കുന്നു എന്ന്. കാണിക്കാരൊക്കെ അവർക്ക് IAS ഡോക്ടറിനുണ്ട്. കാണിക്കാരുടെ വീട്ടിലവിടെ പുഞ്ചവയലിലേക്കും പോയി കഴിഞ്ഞാൽ അവിടെ ഒരു 100 കാണിക്കാരെ കണ്ടു കഴിഞ്ഞാൽ അതിന് 101 ഡോക്ടർമാരുണ്ടാവും, അല്ലെങ്കിൽ എഞ്ചിനീയർമാരുണ്ടാവും, അല്ലെങ്കിൽ അത്രയും ഉന്നത. അവർ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് ഇതൊന്നും സംവരണമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞവരവർ. അപ്പോൾ വേടൻ എന്ന് പറഞ്ഞ സമുദായം മോശമാണെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾ തന്നെയാണ് പറയുന്നത്. വേടൻ സമുദായം മഹത്തായ പാരമ്പര്യമുണ്ടെന്ന്. അയാൾ വേടൻ സമുദായത്തിൽപ്പെട്ട ആളല്ല. നിങ്ങൾ കേസരി സമുദായത്തിൽപ്പെട്ട ആളാണോ? നിങ്ങളെന്താ സിംഹമാണോ? നിങ്ങളുടെ പത്രത്തിന് എന്താ കേസരി എന്ന് പേര്? വേടൻ എന്നുള്ളൊരു പേരും കൂടിയാണത്. അതൊരു പേരാണത്. നായര് പിടിച്ച പുലിവാല്.
അത് നായർ എന്ന് പറഞ്ഞ സമുദായത്തെക്കുറിച്ചല്ല. അത് സാധാരണ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണത്. ഇതിപ്പോൾ നായർ പിടിച്ച പുലിവാല പോലെ ആയല്ലോ എന്നു. പൊട്ടലില്ല, അത് പട്ടന്മാരെ കുറിച്ച് പറയുന്നതല്ല, അതൊരു ഫ്രേസാണടോ. നമ്പൂരി ഫലിതങ്ങൾ, അത് ഫലിതം ആര് പറഞ്ഞാലും അതിന് നമ്പൂരി ഫലിതം പറയുന്നു മാത്രം, അത്രയേ ഉള്ളൂ. അപ്പം ഇയാൾ പറഞ്ഞ പോലെ ആ പേര് പറയാൻ പാടില്ല, ഈ പേര് പറയാൻ പാടില്ല, ആ പേര് പറയാം. താനാരടോ ഇതൊക്കെ പറയാൻ? അവനിഷ്ടം വേണമെന്നുള്ള പേരാ, അവനത് ഇട്ടു. താനാരും ചോദിക്കാൻ കോടതിയിൽ പോയില്ല, ഒരു കാര്യമില്ല. വേടൻ്റെ പേരുടെ ദുരുപയോഗം ചെയ്യുകയാണ്. വേടൻ എന്ന പേരും ഇട്ടുകൊണ്ട് അദ്ദേഹം വേടൻ സമുദായത്തെക്കുറിച്ച് എന്തിനും മോശമായിട്ട് പറയണോ? നല്ലതാണോ പറയുന്നത്? അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ദുരിതങ്ങളെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ആ സന്ദേശം ഉള്ളിൽ ഒതുക്കിയിട്ട് അദ്ദേഹം ഇവിടെ സംസാരിക്കുന്നത്, പാടുന്നത്. അത് പാടില്ലാത്ത കാര്യമാണോ? ആയതുകൊണ്ട് തന്നെ വേടൻ സമുദായക്കാർ കൈയടിച്ച് അവനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അവരങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന അച്ചടക്കമില്ലാത്ത വ്യക്തി വേടൻ എന്ന ഗോത്ര സമുദായത്തെ അവമാനിക്കുകയാണ്. ആദ്യം പോയിട്ട് പിണറായി വിജയനോട് ഇവിടെ ബീവറേജസ് നിർത്താൻ പറ. പിന്നെ ഉത്തരേന്ത്യയിൽ ഉള്ള ഈ കുറുവടികൾ, കേരളത്തിലല്ല, ഉത്തരേന്ത്യയിലുള്ള കുറുവടികൾ മുഴുവൻ അവർ ഉപയോഗിക്കുന്ന സാധനത്തിന് വരുന്ന അറിയാം, 420 420 420. അത് ഇവിടുത്തെ പോലെ ബിഡിയും കഞ്ചാവും ഒന്നുമല്ല. ആ സാധനം ഒരു ഡെപ്പിക്കകത്ത് ഈ ഭാഗത്ത് ചുണ്ണാമ്പ്, മറ്റേ ഭാഗത്ത് കടക്ക് പുകയില. അത് കയ്യിലിട്ട് ഇങ്ങനെ കാണിച്ച് വലിയ കലാരൂപം പോലെയാണ്. ഇങ്ങനെ കാണിച്ച് എന്നിട്ട് പിടിക്കും ദ്വാരം വരും. ഇവിടെ ആരാധന ചെയ്യുന്നത്? ഏതായാലും വേടനത് ചെയ്യുന്നുണ്ടെങ്കിൽ, ബീഡി വലിക്കുന്നുണ്ടെങ്കിൽ ആ ബീഡിയിൽ കുറച്ച് കഞ്ചാവ് ഇടുന്നുണ്ട്, അത് അയാളുടെ ഇഷ്ടമല്ല. ഇവിടെ നിരോധിച്ചിട്ടൊന്നുമില്ലല്ലോ. മദ്യം നിരോധിച്ചിട്ടുണ്ടോ ഇവിടെ? പിന്നെ കഞ്ചാവ് വിൽപ്പന അത് വേടൻ നടത്തിയിട്ടില്ലല്ലോ. ഇത്തരം ആളുകളെ ഭരണകൂടം തന്നെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. പ്രോത്സാഹിപ്പിക്കുക തന്നെയാണ് വേണ്ടത്. ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്. ഒരു ഹിന്ദുവായിട്ടുള്ള ഞാൻ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു 100 രൂപയിലെ ആൾക്ക് ഞാൻ കൊടുക്കും. മോനെ നീ മിഠായി വാങ്ങിച്ച് കഴിക്കുന്നത്, എൻ്റെ കയ്യിൽ അത്രയേ ഉള്ളൂ, അതിൽ ഞാൻ കൊടുക്കും. കാരണം എന്താണ്? ഇന്ന് ഹിന്ദു സമുദായത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഒന്ന് ഹിന്ദുത്വവാദം, മറ്റുള്ള ആൾക്കാരെ അപഹസിക്കുക, മുസ്ലിങ്ങളെ അപഹസിക്കുക, മറ്റുള്ള സമുദായങ്ങളെ അപഹസിക്കുക, ഇതിനകത്ത് തന്നെയുള്ള അവർണന്മാരെ മാറ്റി നിർത്തുക, ആ മാറ്റി നിർത്തുന്ന പ്രക്രിയയ്ക്ക് മാറ്റുകൂട്ടുക. ഇതൊക്കെയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ഇപ്പം നിങ്ങളാണ് ഇവിടുത്തെ പ്രശ്നം. ആ പ്രശ്നത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന വേടനെ നിങ്ങളൊരു കാര്യം ചെയ്യേ, 4 കൈയും കൂട്ടി നമിക്കാൻ പഠിക്കുക ആദ്യം തന്നെ. ഏതായാലും വേടൻ്റെ പാട്ടുകൾ ഞാൻ ഇടയ്ക്കാനും കേൾക്കും, എന്നിട്ട് ഇങ്ങനെയൊന്ന് ആസ്വദിക്കും, അത്രയേ ഉള്ളൂ. ഇപ്പം ഇവരൊക്കെ RSകാർ ഇപ്പം അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വേടൻ്റെ പാട്ടുകൾ. അതാണ് വേടൻ്റെ മിടുക്ക്, അതാണ് വേടൻ്റെ മിടുക്ക്. അയാളുടെ ചില സാധനങ്ങളുണ്ടോ ഇങ്ങനെ കുത്തിക്കേറും. ഇറ്റ് വിൽ പിയേഴ്സ് എ ഹാർട്ട്. അടിച്ചമർത്തപ്പെട്ടുകളുടെ പാട്ടുകളാണ് പറയുന്നത്. സിറിയ നിന്മാറിലെ മുറിവ്, ഹേ സിറിയെ നിന്മാറിലെ മുറിവ്. ഇപ്പം ഡൊണാൾഡ് ട്രംപ് സിറിയയ്ക്ക് എന്തൊക്കെയും കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. കൊറിയ നിൻമീതയുള്ള കഴുകന്മാർ, ലങ്കയിൽ ദാഹം മാറാത്ത പുലികൾ. ഇതൊക്കെ വേടൻ്റെ വാക്കുകളാണ്, അയാൾ അനുഭവിച്ചതാണ്. വേടൻ ശ്രീലങ്കൻ വനിതയാണല്ലോ, അതൊക്കെ അനുഭവിച്ച കാര്യങ്ങളാണ്. പക്ഷെ ഇയാൾ പറയുന്നത് എന്താ വെച്ചാൽ, വേടൻ പാടുന്ന ആ പാട്ടുകളിലെ ലങ്കയിൽ ദാഹം മാറാത്ത പുലി LTTക്കാരെ കുറിച്ചാണ് പറയുന്നത്. ആയതുകൊണ്ട് തന്നെ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് അത്ര. ഇങ്ങനെ വളച്ചൊടിച്ച് പിരിച്ച് ചതച്ച് ചക്കയുടെ മടൽ കൂടെ ആക്കി തീർത്തിട്ട് എങ്ങനെയെങ്കിലും വേടനെ ഒന്നില്ലാണ്ടാക്കി മാറ്റണം. സോമാലിയൻ ബാല്യങ്ങൾ കുടിനീര് തേടി അലയുന്നത്, ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. ഇവിടെ ചാതുർണ്യ പ്രകാരം ഒരു കൂട്ടം ആളുകൾ മാത്രമേ ഈ ഭൂമണ്ഡലത്തിന് അവകാശികളുള്ളൂ. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാർ, അത് ചെറിയൊരു കൂട്ടം ആൾക്കാർ. അതേ സമയത്ത് 99% വരുന്ന ദളിതന്മാരാരാ? പരിചര്യാത്മകം കർമ്മ ശൂദ്രസ്യാഭി സ്വഭാവജം.
ശൂദ്രന്മാരാ, വേദബാഹ്യന്മാരടക്കം. അവരുടെ സ്വഭാവം എന്താ? ആസനം കഴുകി കൊടുക്കലും, വെള്ളം കോരലും, വിറക് വെട്ടലും, തുണി അലക്കലും, ഇതൊക്കെയാണ് അവരുടെ തീട്ടം കോരലൊക്കെയാണ് അവരുടെ അതേ പാടുള്ളൂ. ഇങ്ങനെയല്ലേ ഇവരെ പറഞ്ഞ് പിടിപ്പിച്ച് വെച്ചിട്ടുള്ളത്. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാദികൾ അവർക്ക് മാത്രമേ അവകാശങ്ങളുള്ളൂ, ബാക്കിയുള്ളവർക്ക് അവകാശങ്ങളില്ല. അപ്പം അത് കാണാപ്പടം പഠിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള തെറിക്കുന്ന അഗ്നിതുല്യമായിട്ടുള്ള സൂര്യ തേജസ്സുള്ള പിള്ളേരൊക്കെ വന്ന് ഓരോ കാര്യങ്ങൾ കാണുന്ന സമയത്ത് അടിസ്ഥാന പ്രശ്നം എത്രയേ ഉള്ളൂ? അസൂയ അത്രയേ ഉള്ളൂ. ഇവന്മാരേക്ക് തലകുത്തി പറഞ്ഞാൽ ഒരാളുകൾ കിട്ടില്ല. പുതിയ ലോകം കൊതിക്കുന്ന വാക്കുകൾ, പുതിയ ലോകം കൊതിക്കുന്ന സംഗീതം, അതാണ് വേടൻ്റെ സംഗീതം. അതാണ് വേടൻ്റെ സംഗീതത്തിലെ സാഹിത്യം, വാക്കുകൾ. അതിനെതിരെ നിങ്ങൾ മണ്ണ് വാരി എറിഞ്ഞിട്ട് കാര്യമില്ല. അത് കുട്ടികൾ കളിക്കുന്ന സമയത്ത് ഭയങ്കര ചൂട് വരുന്നത് കുട്ടികൾ, അയ്യോ ഈ സൂര്യനെ കൊണ്ട് തോറ്റു വെച്ചിട്ട് കൊച്ചു കുട്ടികൾ എന്തറിയോ, മണ്ണ് വാരി സൂര്യൻ്റെ മേലേക്ക് എറിയും. എന്നിട്ട് എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കില്ല. അത്രയേ ഉള്ളൂ. ഇയാളുടെയും പ്രസ്ഥാനത്ത് ഇയാളേക്കും പറയുന്ന മധു ജിഹാദിയാണ്. ഇവർക്കെല്ലാം ജിഹാദികളാണ്. അവർ രക്തത്തിൽ അരിഞ്ഞു ചേർന്ന് കിടക്കുകയാണ് ഇവരുടെ ഇസ്ലാമോഫോബിയ. നന്നാവില്ല മറ്റകൾ. നമസ്കാരം.